നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് അപേക്ഷകരുടെ എണ്ണം. അപ്പൊ നമുക്കറിയാം ഒരുപാട് വിജ്ഞാപനങ്ങൾ ഇപ്പൊ വന്നിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അപേക്ഷകരുടെ എണ്ണം ഒക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു, ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഞാനിത് പറയുന്നത് ഇനി എങ്ങനെ പഠിക്കണം, അപേക്ഷകരുടെ എണ്ണം ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ എല്ലാത്തിന്റെയും വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണവും കൂടി വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് കൂടുതലുണ്ട് എന്ന് പേടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് മത്സരിക്കാൻ ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. എല്ലാവരും നോക്കുന്ന ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും മെയിൻ ആയിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അതിന്റെ അപേക്ഷകളുടെ എണ്ണം 4,57,900 ആണ് ഇത്തവണ. കഴിഞ്ഞ തവണയോ 5 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നു, 5 ലക്ഷം. അപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്, ഇപ്പൊ 4 ലക്ഷം പേര് അപേക്ഷിച്ച് പ്രിലിംസിന് എല്ലാവരും അപ്ലൈ ചെയ്യാൻ എഴുതാൻ വരണമെന്നില്ല. അപ്പൊ ഇനി ചിലപ്പോൾ വീണ്ടും കുറയും. പക്ഷെ എന്താണ്, ഇതിൽ പഠിച്ചിട്ട് പോകുന്നവര്, അതായത് കൃത്യമായി പഠിച്ചിട്ട് പോകുന്നവർ വളരെ കുറച്ച്. PSC എഴുതുന്ന എല്ലാവരും അപ്ലൈ ചെയ്യും. PSC എഴുതാത്തവരും ഡിഗ്രി കഴിഞ്ഞവരെല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ ഈ ന്യൂസ് കണ്ടിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാര്, കൃത്യമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണം എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോകുന്നവർ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോ ശരി, നമ്മളിപ്പോ 4,57,000 പേരോട് കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്, അപ്പൊ നമുക്കിത് കിട്ടാൻ ചാൻസ് ഇല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇതിൽ വളരെ കുറച്ച് പേര് മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്നുള്ളൂ. ഇപ്പൊ ഇതിൽ തന്നെ കുറെ പേര് SI പോസ്റ്റുകൾ എഴുതുന്ന അതുണ്ടാവും, അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർ ഇത് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഡിഗ്രി, LGS പറ്റില്ല, അല്ലാതെ ഉള്ളവരെല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യേണ്ട, എത്ര പേരാണെന്ന് നോക്കുക. ഇനി നമ്മൾ എങ്ങനെ, ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വരുന്നത്, പ്രിലിമിനറി എക്സാം വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ മെയ് ജൂലൈ മാസങ്ങളിലാണ്. അതുപോലെ അതിന്റെ മെയിൻസ് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് വരുന്നത്. അതിൽ പ്രിലിംസിനും മെയിൻസിനും കൂടിയുള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കുറച്ച് ഒരു മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് മെയിലായിരിക്കും എക്സാം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ആദ്യമായിട്ട് സിലബസ് എന്താണെന്ന് അറിയുക, സിലബസ് കൃത്യമായിട്ട് നോക്കി അത് പ്രിന്റ് എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് അടുത്തത് നോക്കാം. സിവിൽ പോലീസിൽ ഒരുപാട് പേര് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഫോഴ്സിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അവരിതൊന്നും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ തവണത്തെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അതിലൊന്നും കാര്യമില്ല. പക്ഷെ കഴിഞ്ഞ തവണത്തെക്കാളും കുറവാണ് ഇത്തവണത്തെ അപേക്ഷകരുടെ എണ്ണം. അപ്പൊ സിവിൽ പോലീസ് ഓഫീസർ 1,30,30,000 സംതിങ് ആണ്. ഓക്കെ, ഇത് KAP1, KAP2, KAP3 അങ്ങനെ എല്ലാത്തിന്റെയും ഉണ്ട് കേട്ടോ. അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ കഴിഞ്ഞ തവണത്തെക്കാളും എന്താണ്, ഒരു കുറച്ച് കുറവാണ്. ഇപ്പൊ ഇത് 17 ആണ്, ഇത് 23 ആണ്. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം കൂടിയിട്ടൊന്നുമില്ല. ഈ SAP മാത്രമാണ്, അല്ല SAP കുറവാണ്. ഇത് 23 ആണ്, ഇത് 32 ആണ്. അപ്പൊ എല്ലാം എന്താണ്, സിവിൽ പോലീസ് ഓഫീസേഴ്സ് എല്ലാം പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ തവണത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുറവാണ്. മൊത്തം ഇത്രയാണ്. അപ്പൊ മൊത്തത്തിലുള്ള ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ സെക്രട്ടറി അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ പഠിച്ചിട്ട് എഴുതുന്നവർ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. അപ്പം നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സ് ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങൾ ഇത്രയും പേരോട് കൂടിയാണ് മത്സരിച്ച് എക്സാം എഴുതാൻ പോകുന്നത് എന്നൊരു ബോധം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ അടുത്ത് നോക്കുവാണെങ്കിൽ SIയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്ത വനിതാ പോലീസ് നോക്കിയേ. വനിതാ പോലീസും കുറഞ്ഞിട്ടുണ്ട്. 1,54,114 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 1,78,000 ഉണ്ടായിരുന്നു. SI ആണെങ്കിൽ നോക്കിയേ 1,80,000 സംതിങ് ആണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ വർഷം അത് 2,13,000 പേരായിരുന്നു. അപ്പോ അതുപോലെ ആംഡ് സബ് ഇൻസ്പെക്ടർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിവിഷണൽ അക്കൗണ്ട്, അപ്പം ഡിവിഷണൽ അക്കൗണ്ട് കൂടിയിട്ടുണ്ട്, വളരെ കുറച്ചേ കൂടിയിട്ടുള്ളൂ. അപ്പം കുറെ പേര് നോക്കുമ്പോ പ്രിലിംസ്, മെയിൻസ്, പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് 2 പേപ്പർ വന്നു, അപ്പൊ അത് നമുക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാണോ അയച്ചത്, തിരുവനന്തപുരം, കൊല്ലം, ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തത് അത് നോക്കുക. അവിടുത്തെ കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. വേക്കൻസിയും തിരുവനന്തപുരത്തായിരിക്കും കൂടുതൽ. സോ അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ സെയിൽസ്മാന്റെ ജോലിയും സ്വഭാവവും
സാലറിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോക്കുക 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ആണെങ്കിൽ 87,496 കൊല്ലം തിരുവനന്തപുരമാണ് കൂടുതൽ, എപ്പോഴും തിരുവനന്തപുരം തന്നെയായിരിക്കും കൂടുതൽ. കൊല്ലം 51,000 സംതിങ്. പത്തനംതിട്ട ആണെങ്കിൽ 17,846 ആലപ്പുഴ 35,646, കോട്ടയം 23,715, ഇടുക്കിയൊക്കെ വളരെ കുറവാണ്. വേക്കൻസി പോസ്റ്റ് അങ്ങനെ അതും കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മള് അവിടെ കുറവാണെന്ന് അങ്ങനെ വിചാരിച്ച് അവിടെ എല്ലാവരും അപ്ലൈ ചെയ്യും, അങ്ങനെയല്ല. 16,000, എറണാകുളം 42,715, തൃശ്ശൂർ 34,174, പാലക്കാടാണെങ്കിൽ നോക്കിയേ 49,000 സംതിങ് ഉണ്ട്. മലപ്പുറം അത്യാവശ്യം ഉണ്ട് 46,789, കോഴിക്കോട് 53,962, വയനാട് 17,200, കണ്ണൂർ 34,244, കാസർഗോഡ് 17,870. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല ഏതാണെന്ന് നോക്കുക. അത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ എന്നാണ്. കുറെയൊക്കെ എന്താണ് വെറുതെ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. ബാക്കി ഇതിലൊരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇപ്പൊ എക്സാമിന്, അതായത് ഒരു PSC എക്സാമിന് പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും എന്ത് ചെയ്യും, ഈ LDC, LGS, അസിസ്റ്റന്റ് സെയിൽസ്മാൻസ് പോലത്തെ എക്സാംസ് എഴുതാറുണ്ട് 10th ലെവൽ ആയതുകൊണ്ട്. അപ്പൊ ഇതിനിപ്പോ ഒറ്റ എക്സാമേ ഉള്ളൂ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ എക്സാമേ ഉള്ളൂ. അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചല്ല, അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസും കറണ്ട് അഫയേഴ്സും ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഇതിൽ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടന്റ് 20 മാർക്സിനാണ് കറണ്ട് അഫയേഴ്സ്. ഒറ്റ എക്സാമുകളിൽ പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് LDC മോഡൽ, കഴിഞ്ഞ തവണത്തെ LDC മോഡൽ തന്നെയാണ്. അതേപോലത്തെയാണ് എന്താണ് സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം അതുപോലെ തന്നെയാണ്. അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സാധാരണ സപ്ലൈകോയുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും. ഇത്തവണ അതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പൊ എന്താണ് എവിടെയാണോ അപ്ലൈ ചെയ്തത്, അപ്പൊ നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന് എത്ര പേരുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അത് കണ്ടിട്ട് ഇത്രയും പേരില്ല അപ്പൊ എനിക്ക് കിട്ടും അങ്ങനത്തെ ഉള്ള ചിന്തകളൊന്നും വേണ്ട. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും ക്ലാസ്സുകളായിരിക്കും കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുള്ള അതും ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യാൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ പ്രിലിമിനറി എക്സാം ആണ്. അപ്പൊ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ളത് നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരുമിച്ച് പഠിച്ചു പോകും. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുമ്പോഴത്തേനും എന്താ, പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക് പഠിക്കണം. കാരണം എന്താണ്, മെയ് ജൂലൈയിൽ പ്രിലിംസ് വരികയും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് എന്ത് വരുന്നത്, മെയിൻസ് എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് തുടങ്ങാം. എനിക്ക് ആദ്യം പ്രിലിംസ് കിട്ടുമോ എന്ന് നോക്കട്ടെ, പ്രിലിംസ് കിട്ടിയിട്ട് മാത്രം അത് പഠിച്ചാൽ പോരെ, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം പ്രിലിംസ് കിട്ടാൻ നമുക്ക് മെയിൻസ് കിട്ടാതെ പോകും. പ്രിലിംസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. അതിന്റെ ലെവലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം POQ ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഒരു മാസം മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് ഫെബ്രുവരി പകുതിയോളം ആയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോ അതാണ് മെയ് വരെ ഉള്ളു. അപ്പൊ 2 മാസമാണ് കഷ്ടിച്ചുള്ളത്. നമുക്ക് ആദ്യമായിരിക്കും എക്സാം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് മെയ് ജൂലൈ ആണ് അവർ തന്നിരിക്കുന്നതിൽ, നമുക്കത് മെയ് ആയിരിക്കും നമ്മുടെ എക്സാം എന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജൂലൈ വരെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് വരുന്നത് എപ്പോഴായിരിക്കും ആദ്യമാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ളത് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ബാക്കി ഉണ്ടാവുമല്ലോ നമ്മുടെ മെയിൻസിനായിട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്കുകളും പിന്നെ നമുക്ക് മെയിൻസ് വേറൊരു പേപ്പർ കൂടെയുണ്ട്, സെക്കൻഡ് പേപ്പർ, അതും പഠിക്കണം. സോ അതുകൊണ്ട് ഒരുമിച്ച് പഠിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് മെയിൻസിന്റെ സെക്കൻഡ് പേപ്പർ പിന്നെ പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ അപേക്ഷകരുടെ എണ്ണം വരുന്നത്. അപ്പൊ ഇനി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാര്യം ഞാൻ ഇനി കോഴ്സുകൾ ടോപ്പിക് വൈസ് ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SI ഫോഴ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി പ്രിലിംസ് ആണ് കുറച്ച് ഫോക്കസ് ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ ഇനി കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ, നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു സിലബസിന്റെ നിങ്ങൾ ഏത് എക്സാം ആണോ കൃത്യമായിട്ട്, ഇപ്പം SI എഴുതുന്നവരുണ്ടാവും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ആയിരിക്കും വേണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അപ്പൊ ആ എക്സാംസിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ, ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതായിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഒരു സിലബസിന്റെ PDF പ്രിന്റ് എടുത്ത് വെച്ച് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക.
കൂടാതെ നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ വന്ന വിജ്ഞാപനങ്ങളുടെ എല്ലാ കോഴ്സുകളും നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാത്തിലും, അതായത് നമ്മുടെ സെക്രട്ടറി അസൈനിലൊക്കെ SCRT ചാപ്റ്റേഴ്സ് മാത്രമല്ല, നമുക്ക് NCERT ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കാനുണ്ട്. +1 +2 ചാപ്റ്റേഴ്സ് കുറച്ച് അധികം പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് POയ്ക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ 2021 മുതൽ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇട്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് NCERT ചാപ്റ്റേഴ്സ് കുറച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, NCERT ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ താഴെ കാണുന്ന ഇത് ലിങ്ക് കാണും. ഇതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ മിഷൻ കാക്കി എന്ന് പറയുന്നതാണെങ്കിൽ ഇതിലിപ്പോ SI, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, CPO, ആംഡ് പോലീസ് എല്ലാം, അതായത് ഫോഴ്സിന്റെ എല്ലാം, ഫയർമാൻ അങ്ങനത്തെ ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ട്. അല്ല നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, മലയാളം ബാച്ച് ഉണ്ട്, പ്രിലിംസിന് മലയാളം ബാച്ചും ഉണ്ട്, ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് എടുക്കാം. അല്ലാണ്ട് മെയിൻ ആയിട്ട് അല്ലാതെ ഇംഗ്ലീഷ് മാത്രം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാതെ പ്രിലിംസ് മെയിൻസ് ആയിട്ട് എടുക്കുന്നവർക്കും അങ്ങനെ എടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക്. അല്ലാതെ CPO സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, അസിസ്റ്റന്റ് സെയിൽസ്മാൻ കൂടെ നമുക്ക് വയ്ക്കാം. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും എല്ലാ SCRT ചാപ്റ്റേഴ്സും കവർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് മാറിയ SCRT ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതും കവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ സിലബസ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ വളരെ വളരെ സമയം കുറവാണ്. അപ്പൊ വേഗം പഠിച്ചു തുടങ്ങുക. അപ്പം ഏതാണ് കോഴ്സാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.